ഹായ്, ഞാൻ ശ്രുതി ലക്ഷ്മി. ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും എന്റെ നമസ്കാരം. പുതിയതിനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കുമാരനാശാന്റെ ഒരു ഖണ്ഡകാവ്യമുണ്ട്, ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ശരിക്കും ആ ഒരു ഖണ്ഡകാവ്യം തന്നെ ഒരു ഫിലിമാക്കി ചെയ്യുകയാണ്. അതൊരു ശരിക്കും ഒരു ഓഫ് ബീറ്റ് ഫിലിമാണ്. അതിനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ സന്തോഷ് ആണ് ഇതിന്റെ ഡയറക്ടർ. ശരിക്കും കൂടുതലായിട്ട് ഇത് പുറത്തു വന്നിട്ടില്ല. പൂജ മാർച്ച് 5-നാണ്. അത് വളരെ എനിക്കൊന്നും ഞാൻ ഇത്രയും നാളും ചെയ്തതിൽ വെച്ചിട്ട് ഇനി അങ്ങനെ ഒറ്റ പടേ സംഭവിക്കുള്ളൂ. അത്രയും ഒരു നല്ലൊരു പ്രൊജക്റ്റാണത്. ശരിക്കും ഈ ഒരു ഫിലിമിലെ ഹീറോയിനാണ് മെയിൻ. സാവിത്രി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതായത് അന്ന് ആ ഒരു ജാതി മത ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്ന കാലഘട്ടത്തെ ഒരു സിനിമയാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിലുള്ളത്. അപ്പം അത്രയും ഡെപ്തുള്ള ക്യാരക്ടറാണ്. ഗണേഷ് ഏട്ടന് ഇതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇന്നസെന്റ് ഏട്ടനുണ്ട്, അശോകൻ ചേട്ടനുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ നല്ല ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമയാണ് വളരെ പ്രതീക്ഷയോടെ ചെയ്യാൻ പോകുന്നത്. ശരിക്കും സിദ്ധു പനിക്കൽ, സിദ്ധുവേട്ടനാണ്. ഞാൻ ബാലതാരായിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഏഷ്യാനെറ്റില് വന്ന നിഴലുകൾ എന്ന് പറഞ്ഞ ഹൊറർ സീരിയലായിരുന്നു. അത് ഷാജി അങ്കിളുടേതായിരുന്നു. അപ്പൊ ആ സീരിയൽ കഴിഞ്ഞിട്ട് ഞാൻ ഫിലിം വർണ്ണക്കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിരുന്നത് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അത് ദിലീപേട്ടന്റെ പെങ്ങളുടെ മോളായിട്ട്, അംബികാന്റിയുടെയും NF വർഗീസ് അങ്കിളുടെയും മോളായിട്ടായിരുന്നു. അപ്പൊ അത് സിദ്ധുവേട്ടനാണ് ആ ഫിലിമിലേക്ക് എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ സിദ്ധുവേട്ടൻ അന്നേ അറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വലുതായതിനു ശേഷം ഇങ്ങനെ അമ്മയുടെ അടുത്ത്, എന്റെ അമ്മയുടെ പേര് ലിസി ജോസ്, അമ്മ ആർട്ടിസ്റ്റാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, മോൾ എത്രയായി, എത്രാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ചോദിച്ചപ്പോ ഇങ്ങനെ ഫോട്ടോ കണ്ടു. അപ്പം ആ ഫോട്ടോ, അപ്പൊ ആ സമയത്ത് റോമിയോയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ റാഫി സാറിനെയും മേക്കാട്ടിൻ സാറിനെയും രാസായം സാറിനെയൊക്കെ കാണിച്ച് അങ്ങനെ സിദ്ധുവേട്ടൻ വഴിയാണ് ഫിലിമിലേക്ക് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാനങ്ങനെ സീരിയസ് ആയിട്ട് സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം +2 കഴിഞ്ഞപ്പോഴാണ് റോമിയോ ചെയ്തത്. പിന്നെ കുറച്ച് ഫിലിംസ് ഒക്കെ ഇങ്ങനെ വന്നു, അത് ചെയ്തു. അല്ലാതെ സിനിമ ഭയങ്കര പാഷനായിട്ട് ഞാൻ ഇന്നേ വരെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ BA കംപ്ലീറ്റ് ചെയ്തു, MBAക്ക് ജോയിൻ ചെയ്തു. അപ്പം സിനിമേനെ ഭയങ്കര ഒരു കാരണം എനിക്ക് അറിയില്ല. കാരണം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ബാലതാരായിട്ട് വന്നതുകൊണ്ട് എന്റെ ഫസ്റ്റ് എൻട്രി എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, റോമിയോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് അത് ഈസിയായി കിട്ടിയത് കൊണ്ട് ഞാനിങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വരുന്ന സിനിമ ചെയ്യുന്നു, അല്ലാതെ അങ്ങനെ ഒരു ഇതാണ്. സിനിമ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്, നല്ല കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യണം, അത്രേ. ഞാൻ ശരിക്കും 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് നിഴലുകൾ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നത്. ശരിക്കും എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ചുണ്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ അവിടെ ശരിക്കും അതൊരു പക്കാ വില്ലേജാണ്. അപ്പൊ അവിടുന്ന് ഒരാളിങ്ങനെ ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര, എന്റെ സ്കൂളിലൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഒത്തിരി ആ സമയത്തൊക്കെ ഒരുപാട് എനിക്ക് ക്ലാസ്സിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ സമയത്ത് സ്കൂളിലൊക്കെ ചെല്ലും, അല്ല നാട്ടിലത്തെ തന്നെ ഭയങ്കര താരമായിരുന്നു. അവിടുത്തെ കുറെ ഷോപ്പ് ഇനോഗ്രേഷൻ ചെയ്യുക, പിന്നെ അവരുടെ അടുത്ത് എല്ലാ പരിപാടികളിലൊക്കെ എന്താ പറയാ വിശിഷ്ട അതിഥിയായിട്ട് ചെല്ലുക. അപ്പൊ കുഞ്ഞിലെ മുതലേ എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയുന്നു. കാരണം ഈ ഒരു സീരിയല് ചെയ്തപ്പോ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഷാജി അങ്കിള് പറഞ്ഞതുപോലെ അങ്ങോട്ട് കടന്നു ഇങ്ങോട്ട് കടന്നു. അപ്പൊ പക്ഷെ ഇത് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ അത് എത്രത്തോളം ആണെന്നുള്ളത് അത് സീരിയൽ വന്നതിന് ശേഷമാണ്. എവിടെ ചെന്നാലും അത് എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു
മൊബൈൽ ഫോണിന്റെ ഒക്കെ ഉപയോഗം വളരെ കുറവാണെന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം ലാൻഡ് ലൈനിലേക്ക് വിളിച്ച് കലാഭമണി ചേട്ടൻ അങ്ങനെ കുറെ പേര് എന്നെ ഈ സീരിയല് കണ്ടെന്നെ വിളിച്ച് എന്റെ അടുത്ത് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ മോളെന്നൊക്കെ പറഞ്ഞ് അത്രയും. അതുപോലെ ഞാൻ സ്വയംവര പന്തല് ചെയ്ത സമയത്ത് ജയറാമേട്ടനാ ഞാൻ ആ സീരിയൽ അഭിനയിക്കുന്ന കണ്ടിട്ട് അതേപോലെ എന്നെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. അപ്പൊ അത്രയും ഡെപ്ത് ആയിരുന്നു. ഇതിനിടയ്ക്കാണ് ഒരു പ്രോഗ്രാം ആയപ്പം ചിത്ര ചേച്ചി പറയോ എനിക്ക് മോളെ കാണുമ്പോൾ ആ നിഴലുകളിൽ ആ ഒരു പാക്കുട്ടീനൊക്കെ എടുത്ത് നടക്കണില്ല, അതാണ് ഓർമ്മ എന്നാണ്. അപ്പൊ അത്ര ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറും അത്രയും ഹിറ്റായിട്ടുള്ള ഒരു സീരിയലായിരുന്നു. ബാലേന്ദ്ര മേനോൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുള്ള ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സീരിയലായിരുന്നു. ശരിക്കും ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഒരു ഫിലിം ശരിക്കും എന്റെ ഒരു മനസ്സിലെ ആഗ്രഹത്തിന് ഒരു പൂർണ്ണത തരുന്ന ഒരു കഥാപാത്രമായിരിക്കും. ഇതുവരെ ഞാൻ ചെയ്ത ഫിലിമിൽ, കാരണം ഇപ്പം പ്രത്യേകിച്ചും ഒരു ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് മാത്രമേ ഉള്ളൂ, നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറുതെ നിൽക്കുക, എന്തെങ്കിലും ഡയലോഗ്സ് പറയുക, പാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുക എന്നല്ലാതെ നല്ലൊരു ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പൊ മലയാള സിനിമയിൽ ഇല്ല. അപ്പം ഞാനിപ്പോ റോമിയോ ചെയ്തു, ഹീറോ എന്ന് പറയാമെന്നല്ലാതെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് കൈയ്യടി മേടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് സിനിമകൾ ചെയ്തു പറയാമെന്നല്ലാതെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അമ്മ എന്ന് പറയുന്നത് നമുക്കതിലൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളിപ്പോ ഒരു ഫിലിമിൽ എനിക്ക് കിട്ടിയത് നല്ലൊരു എൻട്രി ആയിരുന്നു. റാഫി മെക്കാട്ടൻ അവരുടെ ബാനറിൽ രാജസേൻ അങ്കിള് ഡയറക്ട് ചെയ്ത് ദിലീപേട്ടൻ ഹീറോ ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു ഞാൻ നായികയായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമുക്ക് അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ വന്നു, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തത് കുറെ നല്ല പ്രൊജക്ടുകൾ കിട്ടും എന്നൊക്കെയുള്ള അങ്ങനെ ഒരു കാലമൊക്കെ മാറി. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെക്കാൾ കൂടുതൽ അഭിനയിക്കുന്നവരാണ് ഇപ്പൊ ഉള്ളത്. അത്രയും ഒരു പണ്ടൊക്കെ ഒരു വർഷം 1-2 പുതുമുഖ നടികൾ വരികയാണെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ഇന്ന ആള് വേണം. പണ്ടൊക്കെ മഞ്ജു വാര്യർ മസ്റ്റാണ്, സംയുക്ത വർമ്മ മസ്റ്റാണ്, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശോഭന ചേച്ചി മസ്റ്റാണ്. ഇന്ന് അങ്ങനെയൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല, നായികന്മാർ ആരാണെങ്കിലും ഓക്കെ എന്നുള്ളൊരു ഇതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കിട്ടുന്ന ചാൻസിനെ പോലെ ഇപ്പൊ കുറെ കുറവാണ്. ഒത്തിരി പേരുണ്ട്. ഏറ്റവും ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ചാൻസസ് വളരെ കുറവായിരിക്കും. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു സമയമാണ്. പിന്നെ നമ്മൾ അതിനെ അത്രയും പാഷനായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഫിലിം ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. നടി മഞ്ജു വാര്യർ തന്നെ. മഞ്ജു ചേച്ചിനാണ് എനിക്ക് എപ്പോഴും അന്നും ഇന്നും. ഞാൻ ചേച്ചിയുടെ സല്ലാബൊക്കെ റിലീസാകുന്ന സമയത്ത് ഞാൻ വളരെ ചെറുതാണ്, പക്ഷെ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മനസ്സിലുള്ള ഞാൻ അത്രയും ആരാധിക്കുന്ന ഒരാള് മഞ്ജു വാര്യരാണ്. മഞ്ജു ചേച്ചിനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ സിനിമ എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്തായിരിക്കണം എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയാൽ ഓക്കെയാണ്. ഇപ്പം ഏത് ഫീൽഡിലും നമുക്ക് നശിക്കാം, നന്നാവാം. നമ്മളെങ്ങനെ ഇരിക്കുന്നു അല്ലെ നമ്മളുടെ പെരുമാറ്റം എന്താണ് അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങള്. സിനിമ നല്ലതാണ്. ഏതൊരു കാര്യത്തിനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അത് മാത്രമേ സിനിമയ്ക്കുള്ളൂ. പ്രണയത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു പ്രായമായി കഴിയുമ്പോഴേ നമ്മളെല്ലാവരും പ്രണയിക്കാത്ത മനുഷ്യന്മാരായിട്ട് ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ശരിക്കും നമ്മളിപ്പം സ്കൂൾ കോളേജൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ പ്രണയമൊക്കെ വരും. പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡാകുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇപ്പം നമ്മൾ തന്നെ ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു. അപ്പൊ നമുക്ക് പുറത്തുള്ളൊരു സ്വാതന്ത്ര്യം വളരെ കുറവാണ്. പിന്നെ പ്രേമിക്കുക ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു സിൻസിയർ ആയിട്ടുള്ളൊരു പ്രേമവും കാര്യങ്ങളൊന്നും ഇല്ല. വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ വരുന്ന കാര്യങ്ങൾ അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു അർത്ഥമുള്ളൂ എന്നാണ് എന്റെ ഒരു ചിന്ത. അറ്റ് എ ടൈം ഒരു 10 പേർക്ക് മെസ്സേജ് അയക്കുന്നവരെ എനിക്കറിയാം. അപ്പൊ നമ്മൾ ആ ഒരു ചിന്ത ഇപ്പം കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് ഇപ്പം പ്രേമവിവാഹമാണെന്നോ ഒരു അറേഞ്ച്ഡ് ആണെന്നോ ഇപ്പൊ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. നല്ലത് ഒത്തുവരുവാണെങ്കിൽ ദൈവം എന്താണ് വിധിച്ചിട്ടുള്ളത് അത്രയുള്ളൂ. സോഷ്യൽ നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നമുക്കിപ്പോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കൊന്ന് അറിയണമെങ്കിൽ ഇന്നിപ്പോ നമ്മളുടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, എല്ലാം നമ്മുടെ കൺമുന്നിൽ വരും. അത് പക്ഷെ എനിക്കൊന്ന് കുറെ റിലേഷൻഷിപ്പിനെ ചിലവർ പറയുന്നുണ്ട് അത് കൂടെ ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക്
ദൂരെ ഇരിക്കുന്ന എന്റെ കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഒരു കത്ത് കിട്ടുമ്പോൾ കുറെ നാളുകൂടി ഒരു കത്ത് കിട്ടുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫീലാണ്. ക്രിസ്മസ് കാർഡ് കിട്ടുമ്പോൾ ഇന്നിപ്പോ മൊബൈലിലൂടെ അല്ലേ എല്ലാ വിഷസും പറയണത്. അപ്പൊ അതിനൊക്കെ ഒരു 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 ഡെപ്ത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ ഒരു കത്ത് കിട്ടുമ്പോൾ അല്ലെ കുറെ നാളുകൂടി ഒന്ന് ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അതിന്റെ പ്രത്യേക ഒരു സുഖമായിരുന്നു. ഇന്നൊരു എന്തോ യാന്ത്രികമായി നടക്കുന്ന പോലെ ഒരു തോന്നൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പപ്പ, അമ്മ, ചേച്ചി ലയ, പിന്നെ എന്റെ അമ്മച്ചി. ശരിക്കും കുഞ്ഞിലേ മുതലേ, കാരണം എന്റെ അമ്മ ആർട്ടിസ്റ്റാണ്, ലിസി ജോസ് എന്നാണ് പേര്. അമ്മയാണ് ആദ്യമായിട്ട് ഫിലിമില് അഭിനയിക്കുന്നത്. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞ ഫിലിമില് ക്യാപ്റ്റൻ അങ്കിളുടെ വൈഫായിട്ടാണ്. അപ്പം അന്ന് മുതൽ അപ്പൊ അമ്മയുടെ കൂടെ ഫിലിം സെറ്റിലൊക്കെ പോയിട്ടാണ് ഇത് എന്താണെന്ന് അറിയേണ്ടത് തന്നെ. അപ്പൊ അന്ന് മുതലേ ഒരു സപ്പോർട്ടാണ്. പപ്പയാണെങ്കിലും അത്രയും കലയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. പപ്പയ്ക്ക് അമ്മയ്ക്ക് പണ്ട് നാടക ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ അവര് അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു കല എന്ന് പറഞ്ഞൊരു ഇതിനെ അത്രയും ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിച്ചിരുന്നത്. അപ്പയുടെ അമ്മയുടെ ഒരു അത്രയും സപ്പോർട്ടാണ് എന്നെ ഇപ്പൊ ഈ ഒരു നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചത്. മാത്രമല്ല ഇപ്പൊ എന്റെ സിസ്റ്റർ പേര് ലയ എന്നാണ്. ലയ ഇപ്പൊ മഴവിൽ മനോരമയിലെ ഭാഗ്യദേവത എന്ന് പറഞ്ഞ സീരിയലിൽ നായികയായിട്ട് അഭിനയിക്കുകയാണ്. പാടും ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ പാടും എന്നല്ലാതെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ എവിടെ എന്റെ സ്നേഹഗായകൻ രാജഹംസമേ അതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ പദ മധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ പദ മധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു. ഭക്ഷണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കാറുണ്ട്. പലപ്പോഴും ചിന്തിക്കും ഒരു മാസത്തേക്ക് ഞാൻ വെജിറ്റേറിയൻ ആവാന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചിക്കൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ എല്ലാം മറക്കാറുണ്ട്. അത് ഭയങ്കര ചിക്കൻ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ഇതൊക്കെ ഇതിനോടൊന്നും സാധാരണ എല്ലാവരും പറയും ആർട്ടിസ്റ്റുകളാകുമ്പോൾ ബോഡി ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ ഇന്നൊക്കെ. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കാറുണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ശരിക്കും ഞാൻ ബേസിക് ക്ലാസിക്കൽ ഡാൻസാണ് ബേസിക് പഠിച്ചിട്ടുള്ളത്. പക്ഷെ റോമിയോ ചെയ്തതിന് ശേഷം കുറെ നല്ല നല്ല സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യം ചെയ്യുന്നത് സജ്നാൻറ്റി, ട്രിവാൻഡ്രത്തുള്ള സജ്നാൻറ്റിയുടെ പ്രോഗ്രാമാണ് ഞാൻ ഫസ്റ്റില് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്നേരം നല്ല കുറേ പ്രോഗ്രാമുകൾ എനിക്ക് ചെയ്യാൻ പറ്റി. 3 തവണ US പോകാൻ പറ്റി, ഗൾഫ് കൺട്രീസിൽ പോകാൻ പറ്റി. അങ്ങനെ ശരിക്കും അതൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളതിന്റെ ഒരു വലിയൊരു കുറെ നല്ല കാര്യങ്ങളാണ്. അതൊരിക്കലും ഇല്ല. കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, സിനിമയിൽ നിന്നും ശ്രുതി കല്യാണം. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അത് ഒരിക്കലും പറ്റില്ല. സിനിമയിലുള്ള ആൾക്കാരെല്ലാവരും നല്ലവരാണ് എല്ലാവരും. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, എനിക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും സിനിമാക്കാരനായിട്ട് യോജിച്ചു പോവാനേ കഴിയില്ല. കാരണം ഞാൻ കുറച്ചൊക്കെ ഭയങ്കര ഒരു കെയർ ആവശ്യപ്പെടുന്ന ഒരാളാണ്.
എന്റെ കൂടെ എപ്പോഴും വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ എന്റെ പൊട്ട ചിന്താഗതികളായിരിക്കാം. പ്രായം എന്നെ ചിലപ്പം കുറച്ചും കൂടെ ഒക്കെ ഒരു മെച്ചുവേർഡ് ആക്കി കളയും. പക്ഷെ ഇപ്പൊ ഒരു ചിന്തയിൽ എനിക്ക് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ ദിവസങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ഒരു 10-30 അല്ലെങ്കിൽ 35-40 ദിവസങ്ങളൊക്കെ മാറി നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു അത്രയൊരു ദിവസം എനിക്കിങ്ങനെ മിസ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. സിനിമയിൽ നിന്ന് വേണ്ട, കാരണം ഞാനൊരു സിനിമയിലുള്ള ഒരാള്, അപ്പൊ എന്റെ കൂടെയുള്ള ഒരാളും സിനിമയാകുമ്പം വേണ്ട, ഈഗോ. ഇവരിങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് സ്പോർട്സ് ഇഷ്ടമായതുകൊണ്ട് ഇവരിങ്ങനെ CCL കളിക്കുമ്പോ ഒക്കെ വിചാരിക്കാറുണ്ട് നമുക്കും കൂടെ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ. പക്ഷെ ക്രിക്കറ്റ് ശരിക്കും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല.